താനെന്നെ പറഞ്ഞില്ല എന്താണ്ട് കട തുടങ്ങുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. മറ്റേ ദിലീപേട്ടനും തുടങ്ങണമല്ലേ? അങ്ങനെ ഒരു മോഹം തോന്നി. നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. അല്ല അതുപോലെ എന്ത് കട തുടങ്ങുവാന്ന് പറഞ്ഞില്ല അണ്ണനും കൂടി. അങ്ങനെ എങ്ങാനും ഒരു സ്ഥിതി വന്നാല് അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. സന്തോഷ് പെരേര. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൻ ചെലവുണ്ട് മോനെ, വൻ ചെലവ്. അപ്പൊ അതിനാന്ന് വെച്ചാൽ പുട്ടുകട അല്ലേ? പുട്ടുകടയും ബേക്കറി. എന്റെ മനസ്സമാനം മുഴുവൻ പോയി. എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ പൈസ മുടക്കുവാണെങ്കിൽ ചേട്ടനെയും പാർട്ണർഷിപ്പ് ആക്കാം, വിഷ്ണുവിനെയും പാർട്ണർഷിപ്പ് 10,000 രൂപ. ഒന്ന് നിർത്ത്. അല്ലെങ്കിൽ അടുത്ത പണിക്കാരായിട്ട് നിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് വേറെ ആരുണ്ട്? പുട്ടില്ല പുട്ട്, ഈ പുട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് നമുക്ക് തരാന്ന് പറഞ്ഞു. കുട്ടികളെ കാണും ഭയങ്കര സംഭവമാണ്. അപ്പൊ ഞാൻ ശമ്പളം കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഓർഡർ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ 2 വർഷം പുട്ടാന്ന് വെച്ചോ, ഒരു കുട്ടി പുട്ട് ഞാൻ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ മതി കൊണ്ടുപോയി ഒരു കുട്ടി പുട്ട് കൊടുക്കും, ശമ്പളം കുറഞ്ഞ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.